ഹലോ ഗൈസ്, ഞാൻ ഒന്ന് കാറ്റൊക്കെ ഒന്ന് കൊള്ളാൻ വേണ്ടിയിട്ട് കായലിൻ്റെ കരയിൽ ഇങ്ങനെ വന്നു നിന്നതാണ്. ഈ ഒരു സമയത്ത് ഫേസ്ബുക്ക് വെറുതെ തുറന്നു നോക്കിയപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഞാനൊരു ഹോളിവുഡ് സിനിമയിലേക്ക് ഒരു ഓഡിഷന് വേണ്ടി പങ്കെടുത്തു എന്നുള്ളതാണ്. ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ആദ്യം എന്തായാലും. I did an audition for a foreign production house. I'm not using any name. So this is the first time ever I did an audition. ഓക്കെ, അപ്പോൾ ഓഡിഷന് ഫഹദ് ഫാസിൽ ഒരു ഹോളിവുഡ് ലെവൽ നടനാണ് എന്ന് നമ്മൾ ഓൾറെഡി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കിടിലൻ നടനാണ് എന്നൊക്കെ ഫഹദ് ഫാസിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പല നടന്മാരും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അല്ലേ. ശിവകാർത്തികേയനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു ഹോളിവുഡ് ലെവൽ ആക്ടറാണ് ഇദ്ദേഹം എന്ന്. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ചാൻസ് തേടി വന്നിരിക്കുകയാണ്. നിർബന്ധമായും ഇന്ത്യയിൽ നിന്ന് ഒരു ആക്ടർ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ പേര് എന്തായാലും മുന്നിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഒരുപാട് കഴിവുള്ള ആളുകൾ ഹോളിവുഡിൽ എത്തിയിട്ടുണ്ട്, ബോളിവുഡിൽ നിന്നൊക്കെ അല്ലേ. അപ്പോൾ മലയാളത്തിൽ നിന്നും ഒരു ഭാഗ്യം നമ്മുടെ ഫഹദ് ഫാസിലിനെ തേടി എത്തി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ചെയ്ത വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ചാണ്. ആർട്ട് കഫേയിൽ ഏറ്റവും കൂടുതൽ വ്യൂ വന്നത് ഫഹദ് ഫാസിലിൻ്റെ ചില സിനിമകളെ കുറിച്ച് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് മലയാള സിനിമയിൽ ഒരു ഇഷ്ടമുള്ള നടന്മാരുടെ പട്ടികയിൽ വരുന്നൊരു മനുഷ്യനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എന്നൊന്നും എൻ്റെ കയ്യിലില്ല, കാരണം എല്ലാ നടന്മാരെയും ഞാൻ ഒരേപോലെ സ്നേഹിക്കുന്നു. കാരണം ചില സിനിമകൾ ചില നടന്മാരുടെ നന്നാവും, ചില സമയത്ത് നന്നാവില്ല. അത് കരുതി ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ക്യാരക്ടർ ചെയ്ത് ഇഷ്ടമാണെങ്കിൽ ഓക്കെ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷേ ഫഹദ് ഫാസിൽ എന്ന മനുഷ്യൻ ഹോളിവുഡ് ലെവലിലേക്ക് എത്തണമെന്ന്. ഒരു പക്ഷേ ഒരു ഹോളിവുഡ് സിനിമയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ആ എൻട്രി ഒരു വൻ ഹിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. എന്തായാലും വെറുതെ കാറ്റുകൊള്ളാൻ വന്നിരുന്ന് വെറുതെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ മനസ്സിന് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി വന്നത് തന്നെയാണ്. ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ ഒരു സന്തോഷം തേടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ വരിക. പക്ഷേ ആ സന്തോഷത്തിന് ഇരട്ടി മധുരം എന്നോളം നമുക്കിഷ്ടമുള്ള ഒരു നടൻ അയാൾ ഹോളിവുഡ് കീഴടക്കാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഫഹദ് ഫാസിലിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോളിവുഡിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം.